ഇന്നത്തെ വീഡിയോയിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തീയലിൻ്റെ റെസിപ്പിയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10-25 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ടാണ് കഷ്ണങ്ങളാക്കാത്തത്. വലിയ വഴുതനങ്ങയാണെങ്കിൽ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഇളക്കിയ ശേഷം വഴുതനങ്ങ ഒരു 3-4 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും വഴുതനങ്ങ റെഡിയാകും. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ഇതിപ്പോൾ അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലും മതി. വഴുതനങ്ങ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.